ജഡ്ജസ്, നമുക്ക് സ്വരം റൗണ്ടിലേക്ക് പോവാം. തീർച്ചയായിട്ടും. റെഡി അല്ലേ? Very fast. Ever ready. വെൽക്കം അക്ഷയ്. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പടികടന്നെത്തുന്ന പദനിസ്വനം. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ. അലയുമീ തെന്നലൻ കരളിലെ തന്തിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാ. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. താനെ തുറക്കുന്ന ജാലകച്ചില്ലിൽ നിന്ന് തെളിനിഴൽ ചിത്രം തെളിഞ്ഞതാവാം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. ഗഗ പഗരി സ സരി ഗഗ പഗരി സ സരി ദ ദ ദ മാ 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 മ പദ നി ധ പ. പഗ പഗ പഗരി സ സരി പഗ പഗ പഗരി സ സരി ദ ദ ദ മാ മാ മ മ പദ നി ധ പ. ഗഗത പദ ഗഗ ഗഗത പദ ഗരി സരി സരി ദ ഗരി രി. ഗഗത പദ ഗഗ ഗഗ പദ സനി ദ പഗ സരി സരി ദ ഗരി രി. പ പ പ പ ദ പ മ മ മ രി ഗ സ രി ഗരി സ സനി ദ പ. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത്
നിലാവത്ത് പൊൻവേണുവൂതുന്നു മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. വെരി ഗുഡ്, വെരി ഗുഡ്. അക്ഷയ് എന്തോ എങ്ങനെ ഉണ്ടായി അക്ഷയ് കുഴപ്പമില്ല, സ്വരം റൗണ്ട്? കുഴപ്പമില്ല. പക്ഷെ എന്തായാലും നല്ല പാട്ട് സെലക്ഷൻ, Thank you. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട്. ചോദിക്കാം നമുക്ക്. ചോദിക്കാം MG സാർ. അക്ഷയ്, സാർ. എനിക്ക് വളരെ പ്രണയം തോന്നുന്നൊരു പാട്ടാണ് ഈ പിന്നെയും പിന്നെയും. സച്ച് എ സോഫ്റ്റ് സോങ്. അതായത് എന്തൊരു സുഖമാണ് അതിന്റെ വരികൾ. വെരി ഗുഡ് സെലക്ഷൻ, സൂപ്പർ. താങ്ക് യു സാർ. മോൻ പാടി നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. കുറെ ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ ഈ പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ അക്ഷരങ്ങൾ പറയുമ്പം അത് നന്നായിട്ട് വ്യക്തമായിട്ട് കേൾക്കണം, എന്നാൽ അതിനൊരു സോഫ്റ്റ്നെസ് വേണം. അതൊന്ന്. പിന്നെ പദനിസ്വനം അതെങ്ങനെയാണ്? പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്നു മൃദുമന്ത്രണം. അയ്യോ ഊതുന്ന 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 പദനിസ്വ ആ സംഗതി കറക്റ്റായിട്ട് പഠിക്കും. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം. അതില്ലേ ഒരു കുനിപ്പൂടുണ്ട് അതിനകത്ത്. സംഗതി ഇല്ല ഇവിടെ, അത്രയും സംഗതി ഇല്ല കേട്ടോ. പിന്നെ പുലർനില ചില്ലയിൽ പൂവിതൽ തുള്ളികൾ, അവിടെ ശ്രുതി കംപ്ലീറ്റ് പോയി. അതായത് ഒരു സെമിടോൺ താഴെയായിരുന്നു, പെയ്തതാവാം. അത് കഴിഞ്ഞ് വന്ന് കൈവിരൽ ചേർത്തതാവാം, ഒരുവിധം ചേർന്നു, ഒരുവിധം ചേർന്നു. പിന്നെ പ്രണയമാം, അതിന്റെ സംഗതി എങ്ങനെയാണ്? മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിന്റെ പ്രണയമാം പ്രാവിന്റെ പ്രണയമാം പ്രാവിന്റെ ചിറകുകൾ ചിറകുകൾ ആ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ തെളിഞ്ഞതാവാം, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ചരണത്തില് ആ സ്വരം പാടുന്നില്ലേ, ഇത് ഈ പാട്ടിന്റെ ബ്യൂട്ടി മുഴുവൻ ആ സ്വരം വന്നപ്പോ പോയി. കാരണം ഇരട്ടിച്ച് ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് അല്ലേ. പുലർനില ചില്ലയിൽ അത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് വലിയ ഇത് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് കുറച്ച് നോട്ട്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് പാടി നോക്കി. ആരെങ്കിലും അടിക്കും? ഇല്ല സാർ. പാട്. ഗപഗരി സരി ഗപഗരി സരി സോ ഇല്ലേ അടുത്ത പഗ പഗ അങ്ങനെ സാർ. പഗ പഗ ആ പാടുമ്പോ പഗ പഗ എന്ന് വരുമ്പോ പോയി പഗ പഗ പഗരി സാരി പഗ പഗ പഗരി സാരി പഗ പഗ പഗരി സാരി ദ മാമ പദ പ. ഓക്കെ അടുത്ത് ഗഗ പദ ഗ പദ സരി ദ പഗ സരി സരി ദ ഗരി pa 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 da pa ma 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 ri ga sa sa ri ga ri sa 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 ni da pa. അളവെന്താ അങ്ങനെ പോണ കൂട്ടാ? തന്നനാനേ അതല്ലേ sa sa നാനാനെ തന്നനാനേ sa 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 ni da pa. അല്ല അല്ല നേരത്തെ തീർന്നു പോയി മോൻ പാടിയത്. അതെ sa 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 ni da pa. ഓക്കെ ഓക്കെ സാർ. അപ്പൊ കുറച്ച് ഇരട്ടിക്കുകയും ചെയ്യുന്നു, കുറച്ച് സ്ഥലങ്ങൾ വിട്ടും പോയിട്ടുണ്ട്. പിന്നെ പിന്നെയും അവരോ കിനാവിന്റെ എന്ന് പാടി. അവിടെ ആരോ പിന്നെയും അവരോ യവനോ കിനാവിന്റെ എന്ന് പാടത്ത അറിയാതെ വന്നാണ് ആ അപ എന്ന് വന്നിട്ട് ഒരു പെട്ടെന്ന് വീണ്ടും കൊണ്ട് വിദ്യയാക്കി. കുഴപ്പമില്ല, ടോട്ടലി നന്നായിരുന്നു കേട്ടോ. പക്ഷെ ഈ പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും എക്സ്പെക്ടേഷൻസ് ഹൈ ആവും. കാരണം അക്ഷയ് പാടുമ്പോഴത്തേക്ക് ഇങ്ങനെ പാടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നന്നായിട്ട് പാടി.
താങ്ക് യു സർ. ബട്ട് ഇത് കുറച്ച് ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ നന്നായിട്ട് പാടാം. ഓക്കെ സർ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. അക്ഷയ്, ഇക്ക. ആദ്യം തന്നെ പറയട്ടെ, നല്ല സോങ് സെലക്ഷൻ അക്ഷയ്. Thank you. ഉഗ്രൻ സോങ്. ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ലവ് സോങ് അല്ലേ? ഒരു ഭയങ്കര ഒരു മൂഡാണ് ഈ ഒരു പാട്ടിന്. ഈ പാട്ട് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. എല്ലാ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഇതിന് നമുക്കൊരു 100% നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ നമുക്ക് നോവും. അതാണ് ഇതിന്റെ ഒരു സൈക്കോളജി, ഈ പാട്ടിന്റെ ഒരു ഇത്. അപ്പൊ എനിക്ക് മനസ്സിലായത് അക്ഷയ് ബ്രെത്ത് മാനേജ്മെന്റ് അക്ഷയ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട്. മാത്രമല്ല ഇതിനകത്ത് ബ്രെത്ത് കൂടുതൽ വേണം തന്നെ. അതെ, ലെങ്തി ലൈൻസ്. അതെ, ലെങ്തി ലൈൻസ് ആണ്. അതാണ് മാനേജ് ചെയ്യണം, സ്മാർട്ടായിട്ട് ഇത് മാനേജ് ചെയ്യണം അക്ഷയ്. കുറെ ഭാഗത്ത് കട്ടായി അങ്ങനെ പോകുന്ന ഒരു ഫിനിഷിങ് കിട്ടിയില്ല. അപ്പൊ അത് ഫിനിഷിങ് കിട്ടാത്തതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകളാണ് നമ്മളിവിടെ അനുഭവിച്ചത്. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂടാ. ശ്രുതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അക്ക. ശരത് സർ. അക്ഷയ് സർ, മനോഹരമായിട്ടുള്ള ഒരു പാട്ട് സെലക്ഷൻ. നിനക്കതിന് 5000 മാർക്ക് തരുന്നു. താങ്ക് യു സർ. കാര്യം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാനാച്ചിയുടെ ഒരു ബ്യൂട്ടിഫുൾ പാട്ട്, ഒരു ഉഗ്രപാട്ട്. എപ്പോൾ കേട്ടാലും ഒരു സുഖം മനസ്സിന് പ്രദാനം ചെയ്യുന്ന വളരെ ഒരു വണ്ടർഫുൾ മെലഡി. കുറേയും കൂടെ ഒക്കെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. നന്നാക്കാം സർ. അല്ല, എനിക്ക് പ്രധാനമായിട്ട് ചില ഏരിയ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ പഠിച്ചത് കറക്റ്റാണെന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾ ഈ പിന്നെയും ആരോഗ്യനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ രണ്ടാമത്തെ പിന്നെയും ഒന്ന് പാടിക്കേ. പിന്നെയും അതിപ്പോൾ ആ ഒരു ബെൻഡുണ്ട്. നീ ഇപ്പം ചേർത്ത് പാടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ കൊണ്ട് കട്ട് ചെയ്തപ്പോൾ അവിടെ അവിടെ അങ്ങ് വിട്ടു. നീ പിന്നെയും ആരോ എന്ന് പാടിയ ഒരു സുഖവുമില്ല. അവിടെ അറ്റ്ലീസ്റ്റ് ഒരു ബെൻഡ് ചെയ്തിട്ട് ശ്വാസമെങ്കിലും എടുക്കണം. അങ്ങനെ ഒന്ന് ആക്കിയിട്ട് ശ്വാസം എടുത്ത് പാടാമോ? പിന്നെയും ആരോ. ഗുഡ് വെരി ഗുഡ്. പറഞ്ഞാൽ ഉടനെ മനസ്സിലാവും. ഇപ്പൊ ടെക്നിക്ക് വേണ്ടിയിട്ട് പിന്നെ മൃദു മന്ത്രണം മക്കളെ അത് ശരിയാക്കിയേ പറ്റത്തോളാ കേട്ടോ. അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അണ്ണൻ പാടിച്ചല്ലോ, അപ്പൊ അതൊക്കെ നോക്കിക്കൊള്ളണം. പിന്നെ നമ്മള് ശ്രുതിയുടെ കാര്യം, നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് ചെറുപ്പക്കാരല്ലേ, ഈ സമയത്തൊക്കെ പിടിച്ചാൽ അങ്ങനെ നിൽക്കണോടാ. അവിടെ ഒന്ന് ഇറങ്ങിയോ ഒന്ന് കൂടി ഒന്നും ചെയ്യരുത്. അതൊക്കെ പ്രായമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. ഇപ്പൊ നമ്മളത് കൃത്യമായിട്ട് പാടണം കേട്ടോ. ഓക്കെ സാർ. പിന്നെ ഈ ആരോന്ന് എങ്ങനെയാ പാടുന്ന? ആരോ 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 നീ അതിന്റെ ആ അവസാനത്തെ എൻ്റെ അത്രയ്ക്കൊരു ബഹളം വേണ്ടാടാ. നീ ആരോ ആരാ? ആരെയും പാടിക്കോ. 3 തൊട്ട് ആരോ ഇടാ. ആരോ 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 എവിടെങ്കിലും കൊണ്ടോ ഹൃദയത്തിൽ. അണ്ണാച്ചി, ഈ സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് ട്യൂണിട്ട് കൊടുത്താലും അതിന്റെ വരി ആത്മാവ് വന്നത് ഗിരീഷ്. എല്ലാം പായാണ്. പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദസ്വനം. പിന്നെയും ആരോ കിനാവിന്റെ പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണു. അതോടെയും പിന്നെയും ആരോ എത്ര മനോഹരമായിട്ട്. അത് ചുമ്മാതെ പാ കൊണ്ട് എഴുതി വെച്ചേക്കല്ല. നമ്മൾ എഴുതിയ പാന്നെഴുതാൻ എൻ്റെ കൂടെ തലയാണെന്ന് കൂടെ എഴുതണം. അതല്ല അണ്ണാച്ചി, ഒരു അത് വേറൊരു ജന്മമാണ്. അയ്യോ ഗിരീഷ് അണ്ണാച്ചി, പറയാതിരിക്കാൻ വയ്യ. ആ പാട്ടിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വരികളാണ് സത്യം. ഇതൊക്കെ നമ്മൾ ഉണർത്തുന്നത് ചൂണും ആ വരിയും കൂടെ അങ്ങോട്ട് ജെല്ലാവുമ്പോഴാണ് അതൊരു ഉദാത്തമായ സൃഷ്ടിയായിട്ട് മാറുന്നത്. അപ്പൊ ചക്ര, എനിക്ക് വേറെ ഡൗട്ടും കൂടെ ഉണ്ട്. സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആ ചെറിയ നിഷാദം കാണിക്കുന്നു എന്നുള്ളതാണ്. നീ ഇപ്പൊ ഈ സ്വരം പാടിയപ്പോൾ അതിന്റെ ഒരു ലാഞ്ചന പോലും അവിടെ അങ്ങ് കണ്ടില്ല. വൈ അതിനകത്ത് എവിടെ ആ 7th കോഡ്? ആ നോട്ടിനൊരു പ്രാധാന്യം കൊടുത്താണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് കാണിക്കാതെ നീ ചുമ്മാ അങ്ങ് ഒഴുക്കി പാടിയാല്
ആ നീ കാണിക്ക, അല്ലെങ്കിൽ ഗപദനി എന്ന് പാട്, എന്നാലും മതി. ഗപദനി ദപഗ നീ അത് പറയുമ്പോ ആ നിഷാദം കാണത്തില്ലടാ. ആ അവിടെ നിർത്തി, അങ്ങനെ നിർത്തി പാടിയാലേ അത് കേൾക്കത്തുള്ളൂ. ഓക്കെ സാർ. ആ പാടൂ. ഗഗദ പദ ഗഗ ഗപദ ഗപദനി ദപഗ ഗപദനി ഗപദനി ദപഗ. മതി ഓക്കെ സാർ. മതി. കാര്യം അദ്ദേഹം ആ കോഡ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് കാണിക്കാൻ വേണ്ടിട്ടാ. ചക്കര ഇതൊക്കെ ഉള്ളു കേട്ടോ, ഇതൊക്കെ ഒന്ന് ശരിയായിക്കൊള്ളണം നിങ്ങൾ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾ നന്നാവാൻ വേണ്ടിട്ടാ, അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി അക്ഷയ, ഞാൻ ഇനി എന്ത് പറയും അക്ഷയ? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അക്ഷയ സൂപ്പറായി പാടിയടാ. അക്ഷയന് എപ്പോഴുള്ള ടെൻഷൻ, ഞാൻ ശബ്ദം കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ശ്രുതി പോവോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് അക്ഷയ്. അപ്പോൾ ഏത് രീതിയിൽ ആ പാട്ട് പുറപ്പെടുവിക്കണം എന്നുള്ള ഒരു ഉള്ളിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ അല്ലേ? അതെ. അതുകൊണ്ടാണ് അവിടെ ഞാൻ ഇവിടെ ഇങ്ങനെ ശരിയാക്കി തട്ടി തടഞ്ഞ് വീഴുമോ എന്നുള്ള പേടിയിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് ഫീൽ ആയി ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ ആ പല്ലവി തീർന്നപ്പോൾ എനിക്ക് ആശ്വാസമായി. പരിക്കുകളില്ലാണ്ട്, വലിയ പരിക്കുകളില്ലാണ്ട് നീങ്ങി പോകണ്ട് എന്നുള്ളത്. പക്ഷെ മോനെ ആ ടെൻഷൻ വേണ്ട. വോയിസ് നല്ല രസമുണ്ടായിരുന്നു. പല്ലവിയൊക്കെ നല്ല രസമുണ്ട്. ആ വോയിസിന്റെ ഒരു പ്രസൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞതിനേക്കാൾ ഒക്കെ ഒരുപാട് മാറ്റം വന്നു. കാരണം പഴയ പെർഫോമൻസിലൊക്കെ കുറേ ശ്രുതി പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു, ഇതിലത് കുറഞ്ഞു. ആ വോയിസ് ഇപ്പം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് പുറത്ത്. ഇത് എനിക്കും വളരെ 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 പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. പണ്ട് ഞാൻ ഓർക്കുന്നത്, ഞാനും കുഞ്ഞിലെ സ്റ്റേജുകളിൽ കോൺസേർട്സിലൊക്കെ മെയിൽ സിംഗേഴ്സ് പാടുമ്പോൾ അവരുടെ കൂടെ ഇത് പാടാൻ പോകാറുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, ഇതുപോലെ ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സൊക്കെ, ഞാൻ മസ്കറ്റിൽ പഠിച്ച് വളർന്ന ആളാണ്. അപ്പോൾ അവിടെ ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സ് വരുമ്പോൾ അവരുടെ കൂടെ പാടാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുമ്പോൾ ഈ പാട്ടൊക്കെ എടുത്താണ് പാടാറ്. MG സാറിൻ്റെ ഒരു പാട്ടുണ്ട്, വിളക്കു വെക്കും വെണ്ണിൽ തൂവിയ സിന്ദൂരം. അതിലൊക്കെ ആ കൈവള ചാർത്തിയ കന്നി നിലാവിന് കോടി, ആ പോർഷനൊക്കെ ബ്രെത്ത്ലെസ്സാ. അപ്പൊ അതൊക്കെ ഒരു ചലഞ്ചായിരുന്നു സ്റ്റേജിൽ. പിന്നെയുമില് ലാസ്റ്റിലത്തെ ലൈൻ അത് ഒറ്റ ശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്. താനേ തുറക്കുന്ന ജാലക ചില്ലിൽ നിൻ തെളിനിഴൽ ചിത്രം തെളിഞ്ഞതാവാം. അത് ആ ഒറ്റ ശ്വാസത്തിൽ പാടണത്. ആ സ്ഥലത്ത് ദാസേട്ടൻ്റെ വോയിസ് എന്ന് പറയുന്നത് നമ്മളങ്ങ് അവിടെ കിടന്ന് ഉരുകി മരിക്കും. അത്രയ്ക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. എന്ന് വെച്ചാൽ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആലാപന കാറ്റത്തിങ്ങനെ പറത്തി വിട്ടിരിക്കുകയാണ്. അത്ര മനോഹരമായിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പാട്ടുകളൊക്കെ ഇപ്പം ഞാൻ ഈ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് MG സാറ് ഗിരീഷ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്ക് അതെങ്കിലും വിട്ട് കിട്ടും പറയാനെന്ന്. പക്ഷെ അതിനു മുന്നേ സാർ അത് പറഞ്ഞു. വിദ്യാസാഗറിന്റെ പാട്ടുകള് സർ 99% പഞ്ച് ചെയ്ത് തന്നെ എടുക്കുന്ന ഇല്ല, പാടാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ലെങ്തി ഫ്രേസസ് ആയിരിക്കും മിക്കവാറും എല്ലാ സോങ്സിലും കൂടുതലായിട്ട്. ചില സോങ്സിലൊക്കെ കൺഫ്യൂഷൻ തീർക്കണമേ കുറവാ. ബട്ട് ഈ പാട്ടിൽ ആലോചിച്ച് നോക്ക്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അല്ല സർ, സ്റ്റേജിൽ പാടുമ്പോ പക്ഷെ അത് സ്റ്റേജിൽ പാടാറുണ്ട്, കിട്ടും. സ്റ്റേജിൽ പാടുമ്പോൾ കിട്ടും. കാരണം നമുക്ക് ഒരു കുഴപ്പമില്ല, പോകുമ്പോഴത്തേക്ക് കിട്ടും. പക്ഷെ ഈ കോമ്പറ്റീഷനൊക്കെ പാടുമ്പോഴത്തേക്ക് പ്രയാസമായിട്ട് വരും. അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന് പോയിട്ട് ഒന്നുകൂടെ പാടി നോക്കും. പക്ഷെ നല്ല അറ്റംപ്റ്റ് തന്നെയായിരുന്നു. നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അക്ഷയന്റെ ഇതിന് മുന്നേ ഉള്ളതിനേക്കാളൊക്കെ മനോഹരമായിട്ട് പാടി. ഇനിയും നന്നാവട്ടെ. ഗോഡ് ബ്ലെസ് യു. നന്നാവും. ഓക്കെ, ചോദിക്കാം. MG സർ 8 കുത്ത് 8 8.8. വണ്ടർഫുൾ. ഷാനിക അക്ഷയ് 8.8. ചേച്ചി Akshay, I give you 8.8 for this performance. ശരത് സർ കുത്ത്. ഓക്കെ, സോ ടോട്ടൽ 26.4. ഓക്കേടാ.